ഹായ്, ഞാനിന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എന്ന് വെച്ചാൽ അത്ര വലിയ സ്ഥലമൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയ സ്ഥലമാണ്. പക്ഷെ ഞാൻ 2021 തൊട്ട് ഞാൻ ഡൽഹിയിലാണ്. എന്നിട്ട് ഞാൻ ഇതുവരെയായിട്ടും പോയി കണ്ടില്ല. ലാസ്റ്റ് 2026 ഇന്നാണ് ഞാൻ അങ്ങോട്ടേക്ക് പോണത്. സോ ഞാൻ അങ്ങോട്ട് പോവാണ്. എവിടെയാ സ്ഥലമെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞേക്ക്. കാരണം ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ തമ്മിൽ എവിടെയെങ്കിലും ആ സ്ഥലം സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കാണാൻ പോണത് കുത്തബ് മിനാർ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഭയങ്കര നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. നാട്ടിലേക്കും കുറച്ചും കൂടി കൂടുതലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ചൂടിൻ്റെ കാര്യത്തിൽ. ഞാൻ ആകെ ഒരു ഗ്ലാസ് കട്ടൻ ചായ, പകുതി കട്ടൻ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. നമുക്ക് മെട്രോയിലൊക്കെ വേണം പോകാൻ. കുറച്ച് നേരത്തെ യാത്രയൊക്കെ ഉണ്ട്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ പിടിച്ച് നിൽക്കുമെന്ന്. വെയിലും എങ്ങനെയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ഫുഡും പുറത്തുനിന്നാണ്. അതിൻ്റെ അടുത്തൊരു കേരള ഹോട്ടലും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ വാങ്ങിച്ച സമയത്ത് ഞാൻ ഇട്ടില്ല. ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചേക്കണമെന്നാണ്. ഞാൻ ഇട്ടില്ലായിരുന്നു ആ സമയത്ത്. എനിക്കിത് ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇത് ഇടാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ഇതിപ്പോൾ ഞാൻ വല്ല ലുക്കായിട്ടൊക്കെയാണ് ഇറങ്ങിയേക്കണത്. പുറത്തെ വെയിൽ കണ്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് മുടിയൊക്കെ ഞാൻ പൊക്കി കെട്ടി വെച്ച് വേറൊരു കോലം. പുറത്തെ വെയിൽ എനിക്ക് പേടിയാവണം ആലോചിക്കുമ്പോൾ തന്നെ. ഓക്കെ, നമ്മുടെ വണ്ടി വന്നിട്ട് നമ്മൾ പോവാണ്. നമുക്ക് വേഗം പോയി മെട്രോ പിടിക്കാം. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ എന്നെ പോലീസ് പിടിച്ചു. കാരണം ഞാനൊരു ചെറിയ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ആ പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഡിലീറ്റ് ആക്കി. പക്ഷെ എന്നിട്ട് വന്ന് വീഡിയോ എടുക്കാൻ പാടില്ല. ഓക്കെ, സോറി പറഞ്ഞു. കുഴപ്പമില്ല, നല്ല രീതിയിൽ ഡീൽ ചെയ്ത് വിട്ടു. അപ്പോൾ ഞാൻ ജ്യൂസ് കുടിക്കാണ്. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഷെയറിംഗ് ഓട്ടോസ് കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഷെയറിംഗ് ഓട്ടോസ് എനിക്ക് വലിയ ഡിസ്കംഫർട്ടായിട്ട് ചൂസ് ചെയ്യുന്നില്ല. നമ്മൾ നടക്കാമെന്ന് തന്നെ വിചാരിക്കാൻ കേട്ടോ. ഗേറ്റിൻ്റെ അവിടെ ആയിട്ടില്ലേ, എക്സിറ്റിൻ്റെ അവിടെ ആയിട്ട് ഇതാ ഇന്നൊരു സംഭവം കിട്ടി. ഒരു 2 ചേച്ചിമാരായിട്ട് വന്നത്. നല്ല പ്രായമുണ്ട്. ഈ സാധനം ആദ്യം കണ്ടപ്പോൾ ഞാൻ ദൈവമേ ഇന്നാണ് ഓഗസ്റ്റ് 15 അറിയാണ്ട് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഹാൻഡിക്യാപ്ഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ 2 പേരിലും കുത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിനിടയ്ക്ക് ആ ഒരു സിമ്പിൾ അവർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൊണേഷൻ ചോദിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ക്യാഷ് ഇല്ലായിരുന്നു. നമ്മൾ പക്ഷേ ഗൂഗിൾ പേ ചെയ്തു. പക്ഷെ എനിക്ക് കൊടുക്കുന്നതിൽ വലിയ ഒരു ഇതില്ലായിരുന്നു. കാരണം അവരോട് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അവരെന്തോ ഒരു പേര് മാത്രമേ പറഞ്ഞോളൂ. ആ പേര് വെച്ചിട്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയ തുക കൊടുക്കും. പിന്നെ വന്നവരുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളൊരു ബുക്ക്ലെറ്റോ അല്ലെങ്കിൽ ഒരു വല്ല കുറച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും ആയിട്ട് വെറുതെ ഈ ഒരു സാധനം വെച്ചിട്ട് ഡൊണേഷൻ ചോദിക്കുന്ന അത്ര നല്ല തീരുമാനമായിട്ട് തോന്നിയിട്ടില്ല. നല്ലൊരു തണൽ പിടിച്ച സൈഡിൽ കൂടെയായിട്ട് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നേരത്തെ കുറച്ച് മാംഗോ ജ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നടന്ന് പകുതി ആയിട്ടുണ്ട്. മുഖമൊക്കെ ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്ഥലം. നടന്നു വന്നിട്ട് നമ്മൾ കണ്ടിട്ടു. പക്ഷെ ഇപ്പോൾ ചുറ്റിനൊക്കെ കാണാൻ പറ്റില്ല. ഇപ്പോൾ വീട്ടിൽ നമ്മളൊരു ജ്യൂസ് കുടിക്കുകയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തോ നാരങ്ങ വെള്ളം എന്തോ സംഭവം. വെള്ളം കുഴപ്പമില്ല. ഓക്കെ, ഫൈൻ. നമ്മളില്ലേ ഇവിടെ ഫൈനലി എത്തിയിരിക്കുകയാണ്. ചൂടെടുത്തിട്ട് വയ്യ. എൻ്റെ മുഖമൊക്കെ ചുവന്ന് തക്കാളി പരുവം പോലെയായിരുന്നു വേണം പറയാനായിട്ട്. കൊണ്ട് ഇത്തിരി വെള്ളം കിട്ടിയത് ഫേസ് ഒന്ന് വാഷ് ചെയ്യായിരുന്നു. ഓക്കെ, നമ്മളിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട്. വാഷ്റൂമൊക്കെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് ആണ് ഉള്ളത്. അത് ഫോറിനേഴ്സിനും ഇന്ത്യക്കാർക്ക് സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഓൺലൈൻ ലിങ്ക്, നമുക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാം കേട്ടോ. നമ്മൾ അത് വെച്ചിട്ടാണ് എടുത്തത്. ഓൺലൈൻ ടിക്കറ്റാണ് എടുത്തത്. ഒരാൾക്ക് 35 രൂപയാണ് അഡൽട്ട് ഫീ. ചിൽഡ്രൻസിൻ്റെ എനിക്കറിയില്ല. അഡൽട്ട് ഫീ 35 പിന്നെ വേറൊരു കാര്യം, ടിക്കറ്റ് എടുക്കുമ്പോൾ ആധാർ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. അത് നിർബന്ധമാണ്. ആ ഒരു സൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യമുള്ള വിസിറ്റിംഗ് പ്ലേസിലൊക്കെ എടുക്കും. ഇപ്പോൾ താജ്മഹൽ അങ്ങനെ കുറേ സ്ഥലത്ത് എടുക്കട്ടെ. എവിടെയൊക്കെയൊന്നും എനിക്കറിയില്ല. അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഇത്
ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തി. നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് കയറിയേക്കാണ്. നമ്മൾ ഇടിക്കുമ്പോൾ നമുക്ക് ഡൗൺലോഡിങ് PDF ആയിട്ട് കിട്ടും. അതിനകത്ത് ഒരു സ്കാനർ ഉണ്ട്, 2 സ്കാനർ ഉണ്ട്. നമ്മൾ 2 ടിക്കറ്റ് എടുത്തത് കൊണ്ട് ആ സ്കാനർ വെച്ച് സ്കാൻ ചെയ്തിട്ടാണ് വന്നത്. പിന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇതാണ് നമ്മുടെ എൻട്രൻസ് ഏരിയ. ബൈ. എന്നെപ്പോലെ ആദ്യമായിട്ട് ഇതുവരെ ആയിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഇതാ ഇത് കൂടെ കണ്ടോട്ടോ. ഞാൻ നോക്കിക്കോട്ടെ, ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് ഇതായിരുന്നു കേട്ടോ. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ അതിൻ്റെ മീതെ കയറിയിരുന്നത്. അവിടെ കയറിയിരുന്ന് ഇങ്ങനെ ചുറ്റും നോക്കാനും ബാക്കിലേക്ക് നോക്കാനും നല്ല രസമാണ് കേട്ടോ. നല്ല വ്യൂ ആണ്, പിന്നെ നല്ല കാറ്റും കിട്ടും. ഇപ്പം നമ്മളിതിൻ്റെ ഉള്ളിൽ വന്നേക്കാണ്ട് കുറേ സ്പോട്ട് ഉണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയത്. നല്ല സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സംഭവം എനിക്കറിയാൻ ഡീറ്റെയിലായിട്ട് അതൊന്നും പറയുന്നില്ല. ഇനി ഞാനിവിടെ കുറേ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെറുതെ ചെറിയ ടാപ്പ് ഇവിടെ വെക്കായിരുന്നു. ബിക്കോസ് ഒക്കെ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് 6 മണി വരെ സമയമുണ്ട്. പക്ഷേ ടയേർഡായി, ശരിക്കും ടയേർഡ്. ഒരു ഇച്ചിരി വെള്ളപ്പോലും അടുത്തൊരു സ്ഥലത്തും കിട്ടാനില്ല. ഇതൊക്കെ ഇട്ട് നനച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തു ഇവിടെ എങ്ങാനും വീഴും. ഫോട്ടോയും ഇതൊക്കെ ബാക്കിയത് എനിക്കിത്തിരി വെള്ളമാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഞാൻ വേറെ ഫോട്ടോ ഇറങ്ങട്ടെ. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടെ നിന്നേനെ പറ്റും. സോ ബൈ ബൈ.